ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിത്. അങ്ങനെ നമ്മുടെ കേട്ടറ്റ് കാറ്റഗറി 3 എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് കേട്ടറ്റ് കാറ്റഗറി 3യുടെ ജനറൽ ഭാഗം, അതായത് നമ്മുടെ സൈക്കോളജി ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യാം. 40 ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. എക്സാമിന് നമ്മളൊരു ഓവറോൾ ആയിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ കുറച്ച് ടഫുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 30 മാർക്ക് അല്ലെങ്കിൽ ഒരു 33 മാർക്കൊക്കെ സ്കോർ ചെയ്യാനായിട്ടുള്ള അത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇന്റർനാഷണൽ ഡേ ഫോർ ദ ഡിസേബിൾഡ് ഈസ് സെലിബ്രേറ്റഡ് ഓൺ എന്നാണ് ഡിസേബിൾഡ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഡിസേബിൾഡ് ആയിട്ട് ആളുകൾക്ക് വേണ്ടിയുള്ള ഡേ. അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, December 3 ഡേ ഫോർ ദ ഡിസേബിൾഡ് ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സോഷ്യൽ ചേഞ്ചസ് ഡ്യൂറിങ് അഡോളസൻസ് ഇൻക്ലൂഡ് അഡൾട്ട് ലൈക്ക് ബിഹേവിയർ, ഫിയർ ആൻഡ് ഷെയിം, റെസ്റ്റ്ലെസ്നെസ്, ഫാന്റസി. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? അഡൾട്ട് ലൈക്ക് ബിഹേവിയർ ആണ്. Third question, a teacher expects her students to do their best, gives freedom to explore and provides them chances to get involved in self-expressive projects according to Abraham Maslow's theory of need hierarchy. Which need of the students she is trying to address? ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് ആണ് അല്ലെ. തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. Fourth question, identity versus role confusion as a psychosocial crisis stage of adolescence is proposed by. ആരാണ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ സ്റ്റേജ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്? ആരുടെ കോൺസെപ്റ്റ് ആണ്? എറിക് എറിക്സണിന്റെ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 5th ക്വസ്റ്റ്യൻ ആണ്. യെസ്, which of the following strategies would be most appropriate for a teacher to interact effectively with students from diverse background? പലതരത്തിലുള്ള അല്ലെങ്കിൽ ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികളുമായിട്ട് എങ്ങനെയാണ് ടീച്ചർ ഇന്ററാക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ടീച്ചർ ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? എംഫസൈസ് കോപ്പറേഷൻ റാദർ ദാൻ കോമ്പറ്റീഷൻ. ഓപ്ഷൻ ബി ആണ് 5th ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. ഇനി 6th ക്വസ്റ്റ്യൻ, a test aimed at assessing students after teaching an instructional unit is called. അല്ലെ, ഒരു യൂണിറ്റ് എടുത്തതിന് ശേഷമാണ് ടീച്ചർ എന്ത് ചെയ്യുന്നത്? കുട്ടികളെ അസസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ലേണിംഗ് ഔട്ട്കംസ് അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നാണ് ടീച്ചർക്ക് അറിയേണ്ടത്. സോ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു അച്ചീവ്മെന്റ് ടെസ്റ്റ്. ഓക്കെ, ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7. The kind of attention a student exhibits when he or she is in examination hall and concentrates on writing answers of questions is called. ഇവിടെ എക്സാമിനേഷൻ ഹാളിൽ ഏത് തരത്തിലുള്ള അറ്റൻഷൻ ആണ് കുട്ടി നടത്തുന്നത്? ഏത് തരത്തിലുള്ള അറ്റൻഷൻ ആണ് കുട്ടി നടത്തുന്നത്? വോളണ്ടറി അറ്റൻഷൻ ആണ് അല്ലെ, വോളണ്ടറി അറ്റൻഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a book with the teacher that monitor and review the teaching learning program. കുട്ടികളുടെ ലേണിംഗ് പ്രോഗ്രസ് ടീച്ചർ മോണിറ്റർ ചെയ്യുന്നത് അത് ഏത് ബുക്കിലാണ്? ഏത് ബുക്കാണ് ആൻസർ വരുന്നത്? ലോഗ് ബുക്ക് ആണ് അല്ലെ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9th ക്വസ്റ്റ്യൻ, the triple track plan introduced in American schools is for. ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ എന്നുള്ളത് ഏതൊക്കെ തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അമേരിക്കൻ സ്കൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ആവറേജ്, ഡൾ ആൻഡ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ അല്ലെ. ഇവിടെ നമ്മൾ 3 പ്ലാനുകളാണ് തയ്യാറാക്കുന്നത്. നല്ല രീതിയിൽ പഠിക്കുന്നവർക്ക്, ആവറേജ് ലെവലിൽ നിൽക്കുന്നവർക്ക്, അതേപോലെ തന്നെ ബിലോ ആവറേജ് ലെവലിൽ നിൽക്കുന്ന കുട്ടികൾക്ക്. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ, ഇൻ ദ ലെവിൻ തിയറി ദ മെയിൻ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ ബിഹേവിയർ ആർ. ലെവിന്റെ തിയറി അനുസരിച്ച് ഒരാളുടെ ബിഹേവിയറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇതൊരു ഇച്ചിരി കൺഫ്യൂസിങ് വരുന്ന ഒരു ഫാക്ടർ ആണ്. ഇവിടെ നമുക്കറിയാം കെർട്ട് ലെവിൻ എന്ന് പറയുന്നത് ഒരു ഇൻസൈറ്റ് ലേണിംഗ് തിയറി, ഒരു ജസ്റ്റാൾട്ട് തിയറിയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ നമുക്ക് ഡി എന്ന് പറയാം. അതല്ല, നമുക്കൊരു പ്രോബ്ലം വരുന്നു, ആ പ്രോബ്ലത്തിന് ഓവർകം ചെയ്ത് നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യുന്നു, അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ആ തിയറി ഇന്റർപ്രിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ 10th ക്വസ്റ്റ്യൻ നമുക്ക് ഇന്നതാണ് ആൻസർ എന്ന് പറയാൻ പറ്റില്ല, സ്റ്റിൽ കൺഫ്യൂസിങ് ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് പോകാനാണ് സാധ്യത. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11. എക്സ്പ്ലിസിറ്റ് മെമ്മറീസ് ആൻഡ് ഇംപ്ലിസിറ്റ് മെമ്മറീസ് ആർ ദ 2 types ഓഫ്. ഏതിന്റെ ഭാഗമായിട്ടാണ് എക്സ്പ്ലിസിറ്റ് മെമ്മറീസും ഇംപ്ലിസിറ്റ് മെമ്മറീസ് എന്ന് പറയുന്ന 2 കാര്യങ്ങൾ നമ്മൾ കാണുന്നത്? ഏതാണ്? ലോങ് ടേം മെമ്മറി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a teacher is strict in maintaining discipline in class in curricular and extracurricular activities, but there is always room for discussion, clarification of doubts, etc. What is the approach of teacher towards students? ഇവിടെ ഏത് തരത്തിലുള്ള അപ്രോച്ച് ആണ് ടീച്ചർ എടുത്തിട്ടുള്ളത്? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്, ഡെമോക്രാറ്റിക് ആണ് ഇവിടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13.
എ കൊളാബറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജി ഇൻ വിച്ച് സ്റ്റുഡൻസ് വർക്ക് ടുഗെദർ ടു സോൾവ് എ പ്രോബ്ലം ഓർ ആൻസർ എ ക്വസ്റ്റ്യൻ അബൌട്ട് അസൈൻഡ് റീഡിംഗ്. അല്ലെ, ഇവിടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നു. അബൌട്ട് അസൈൻഡ് റീഡിംഗ് അല്ലെ, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഭാഗം വായിക്കാൻ കൊടുത്തിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറയുന്നത്. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു റെസിപ്രോക്കൽ ഇൻസ്ട്രക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14. റോൾ പ്ലേയിങ് മോഡൽ ഓഫ് ടീച്ചിങ് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ. റോൾ പ്ലേയിങ് മോഡൽ ബേസ് ചെയ്തിട്ടുള്ളത് ഏത് അപ്രോച്ചിലാണ്? ഏതാണ്? ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ആണ് കേട്ടോ. 14 C ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 15. എ പോർട്ട്ഫോളിയോ വിച്ച് ഡിസ്പ്ലൈസ് ദ ബെസ്റ്റ് വർക്ക് ഓഫ് എ ലേണർ ഈസ്. ഒരു പോർട്ട്ഫോളിയോയില് കുട്ടികളുടെ ബെസ്റ്റ് ആയിട്ടുള്ള വർക്ക് മാത്രം ഡിസ്പ്ലേ ചെയ്യുന്നു. അത് ഏത് തരത്തിലുള്ള പോർട്ട്ഫോളിയോ ആണ്? ഷോക്കേസ് പോർട്ട്ഫോളിയോ. ബെസ്റ്റ് ആയിട്ടുള്ള വർക്കുകൾ മാത്രം നമ്മൾ പ്രദർശിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16. ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഈസ് എൻ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്ന എന്തിന്റെ പ്രത്യേകതയാണ്? ഏതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്? മൈക്രോ ടീച്ചിങ്. Question number 17. Which of the following aspects of an individual will mostly influence his achievement? കുട്ടികളുടെ അച്ചീവ്മെന്റിനെ മോസ്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ഇതില് മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18. Which of the following is a characteristic of പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലെ ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ട്രാൻസ്ഡക്റ്റീവ് റീസണിംഗ് ആണ്. ട്രാൻസ്ഡക്റ്റീവ് റീസണിംഗ്. Question number 19. Which of the following is not a strategy identified by Bruner in concept formation? കോൺസെപ്റ്റ് ഫോർമേഷനുമായി ബന്ധപ്പെട്ട് ബ്രൂണർ ഐഡന്റിഫൈ ചെയ്യാത്ത ഫാക്ടർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, പെർസിപ്പിറ്റബിലിറ്റി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 20. Deficiency in adaptive behavior and subnormal intellectual ability are the characteristics of. The characteristics ആണ് മെന്റലി ചാലഞ്ച്ഡ് ചിൽഡ്രന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 21. അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് ടേക്സ് പ്ലേസ് ഫ്രം. ഓക്കെ, മോട്ടോർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കറക്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഇതിലേതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ. പാർട്സ് നിയർ ദ ബ്രെയിൻ ടു ദോസ് അവേ ഫ്രം ബ്രെയിൻ. അതായത് നിയർ ടു ഫാർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. Question number 22. The gap between the learner's current level of knowledge and skills and the level of knowledge and skills required to achieve a task is termed as. ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ലേണിംഗ് നീഡ്സ് ആണ് അല്ലെ. ദ ലേണേഴ്സ് കറന്റ് ലെവൽ ഓഫ് നോളജ് ആൻഡ് സ്കിൽസ് ആൻഡ് ദ ലെവൽ ഓഫ് നോളജ് ആൻഡ് സ്കിൽസ് റിക്വയർഡ് ടു അച്ചീവ് എ ടാസ്ക്. ലേണിംഗ് നീഡ്സ് ആണ്. കുട്ടിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം അച്ചീവ് ചെയ്യാൻ അവൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതാണ് ലേണിംഗ് നീഡ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 23. ദ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഇൻവോൾവ്സ്. ഇതിലേതാണ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്? കറക്റ്റ് ആൻസർ ഏതാണ്? ചൂസിങ് എമംഗ് അവൈലബിൾ ഓൾട്ടർനേറ്റീവ്സ്. എന്താണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൽ നിന്നുമാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നത്. Question number 24. Which of the following is an example of ICT integrated assessment practice? ICT integrated assessment practice നുള്ള ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്നത് ഈ പോർട്ട്ഫോളിയോസ് ആണ്. ഈ പോർട്ട്ഫോളിയോ. Question number 25. In a projective test of personality, the stimulus must be എങ്ങനെയായിരിക്കണം? Ambiguous. 25ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്. Question number 26. Which of the following is not related to Vygotsky's view? വൈഗോട്സ്കിയുടെ വ്യൂവുമായിട്ട് കണക്ട് ആവാത്തത് ഓപ്ഷൻ ഡി ആണ്. Use conditioning as a process of behavior modification. Question number 27. Which of the following is meant for the welfare of persons with autism, cerebral palsy, mental retardation and multiple disabilities? ഏത് ആക്ട് ആണ് അത്? നാഷണൽ ട്രസ്റ്റ് ആക്ട് ആണ് 1999. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 28. Which evaluation technique focus on the quality of implementation of an instruction? Quality of implementation എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? പ്രോസസ് ഇവാലുവേഷൻ. പ്രോസസ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 29. എ സ്കോറിംഗ് ഗൈഡ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദ ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസ്. ഏതാണ്? റൂബ്രിക്സ് ആണ്. എങ്ങനെയാണ് കുട്ടികളുടെ പ്രൊഡക്റ്റ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? 30ാമത്തെ ക്വസ്റ്റ്യൻ. എ ടീച്ചേഴ്സ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ദ മാക്സിമം ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ് ഈസ് ത്രൂ. എങ്ങനെയാണ് ടീച്ചറുടെ കോൺട്രിബ്യൂഷൻ കുട്ടികളുടെ
മാക്സിമം ഡെവലപ്മെന്റ് എൻഷുവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എന്താണ് ചെയ്യേണ്ടത്? പ്രൊവൈഡിങ് എ വെറൈറ്റി ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസസ്. 30ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 31. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ലേണിംഗ് സജസ്റ്റഡ് ബൈ ഗാഗിനെ. ഗാഗിനെ പറയാത്തത് ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ, ലേറ്റന്റ് ലേണിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 32. The right to free and compulsory education for children between the age of 6 to 14 has been inserted in Indian Constitution as. ഏതാണ്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് എഡ്യൂക്കേഷൻ അല്ലേ, ഏതിന്റെ ഭാഗമായിട്ടാണ്? ആർട്ടിക്കിൾ 21A. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 33. Which of the following is not a characteristic of creative personality? ക്രിയേറ്റീവ് പേഴ്സണാലിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് കൺഫേമിസ്റ്റ് അല്ലെ. കൺഫേം ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്ത് വർക്കൗട്ട് ആവില്ല? ക്രിയേറ്റിവിറ്റി വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടി ഒരിക്കലും എന്താവില്ല? കൺഫേമിസ്റ്റ് ആവില്ല. ക്വസ്റ്റ്യൻ നമ്പർ 34. Who has formulated the concept as motivated school? ഇവിടെ ആരുടെ കോൺസെപ്റ്റിന്റെ ബേസിലാണ് മോട്ടിവേറ്റഡ് സ്കൂൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എമേർജ് ചെയ്തിട്ടുള്ളത്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എബ്രഹാം മാസ്ലോയാണ്. അദ്ദേഹത്തിന്റെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിന്റെ ബേസിൽ വന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് മോട്ടിവേറ്റഡ് സ്കൂൾ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 35. അക്കോർഡിംഗ് ടു തേഴ്സ്റ്റൺ, ആറ്റിറ്റ്യൂഡ് ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ്. തേഴ്സ്റ്റന്റെ ഒരു കോൺസെപ്റ്റില് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഫീലിംഗ്സ്, prejudices, ideas, fears and notions of a person. Next question 36. The theory of connectionism was given by. Theory of connectionism. Option B ആണ്. തൊണ്ടയിക്കാണ് അത് തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 37. Retroactive interference and proactive interference are directly related to. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഫോർഗെറ്റിംഗ് അല്ലെ, ഫോർഗെറ്റിംഗ്. 37ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. Question number 38. Role of the teacher in dealing with adolescent stage means. ഇവിടെ അഡോളസെന്റ് സ്റ്റേജിൽ ഒരു കുട്ടീനെ ഡീൽ ചെയ്യാനായിട്ട് ടീച്ചറുടെ റോള് എന്താണ്? ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. ബിക്കമിങ് എ ഗുഡ് കൗൺസിലർ, ഹെൽപ്പിംഗ് ദ അഡോളസെന്റ് വിത്ത് ഇമോഷണൽ ബാലൻസ്, പ്രൊവൈഡിങ് സ്റ്റിമുലേറ്റിംഗ് ആൻഡ് പ്ലസന്റ് എൻവയോൺമെന്റ്. ഇത് മൂന്നും എന്ത് വരുന്നുണ്ട്? ടീച്ചറുടെ റോൾ ആയിട്ട് വരുന്നുണ്ട്. സോ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 39. വിച്ച് among the following ensures the discriminating power of an achievement test? ഇതിൽ ഏതാണ് ഒരു ടെസ്റ്റിന്റെ ഡിസ്ക്രിമിനേറ്റിംഗ് പവറിനെ സൂചിപ്പിക്കുന്നത്? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. വെയിറ്റേജ് ടു ഡിഫിക്കൽട്ടി ലെവൽ. ക്ലാസ് റൂമിൽ പലതരത്തിലുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. അവരെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ പല ഡിഫിക്കൽട്ടി ലെവലുള്ള ചോദ്യങ്ങളാണ് കൊടുക്കേണ്ടത്. The last question 40. The best way to establish rapport with your students too. എങ്ങനെയാണ് കുട്ടികളുമായിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒരു റാപ്പോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റുന്നത്? പ്ലേ ദ റോൾ ഓഫ് ഗൈഡ് ഹു ഡിസയേഴ്സ് ടു ഹെൽപ്പ് ദം. ഓക്കെ, ആർക്കാണോ ഹെൽപ്പ് ആവശ്യമുള്ളത് അവർക്കൊരു ഗൈഡ് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ 40 ചോദ്യങ്ങളാണ് നമുക്ക് കേട്ടറ്റ് 3 എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ആൻസർക്ക് ഒരിക്കലും എന്തല്ല, ഫൈനൽ അല്ല. നിങ്ങളുടെ അടുത്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറയുന്നുണ്ട്. ഇത് നമ്മുടെ പരീക്ഷാ ഭവൻ ഇറക്കിയിട്ടുള്ള പ്രൊവിഷണൽ കീ അല്ല, നമ്മൾ നടത്തുന്ന ഒരു അനാലിസിസിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കുന്ന ഒരു കീ ആണ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ മിസ്റ്റേക്സ് വരാം, ചെറിയ മാറ്റങ്ങൾ വരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കീ അനുസരിച്ച് നിങ്ങൾക്ക് എത്ര മാർക്കുകൾ കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ ഉത്തരങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, കമൻ്റ് ആയിട്ട് കൊടുക്കുക. വരും വീഡിയോസിൽ നമുക്ക് ടീച്ചിങ് എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പുതിയ അപ്ഡേഷൻസുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.